മാധു, കസേരക്കളി തുടങ്ങിയോ? യെസ്. ഈ ഗ്രൂപ്പ് ഡാൻസിൻ്റെ ഒരു സവിശേഷത എന്താണെന്നറിയാമോ? നമ്മൾ കലോത്സവത്തിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് എല്ലാ നൃത്തരൂപങ്ങളെയും സമന്വയിപ്പിച്ച് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു കലാരൂപമാണത്. നമുക്ക് ഒരു പോർഷനിൽ വേണമെങ്കിൽ ഇത്തിരി ഭരതനാട്യം അവതരിപ്പിക്കാം, ഒരു പോർഷനിൽ നമുക്ക് ചവിട്ടുനാടകം കൊണ്ടുവരാം, ഒരു പോർഷനിൽ നമുക്ക് മറ്റെന്തെങ്കിലും കളരിപ്പയറ്റ് വരെ കൊണ്ടുവരാം, നാടോടി നൃത്തം കൊണ്ടുവരാം. ആ നിലയ്ക്കുള്ള ഒരു ഐറ്റമാണ് ഈ ഗ്രൂപ്പ് ഡാൻസ്. എത്രത്തോളം വെറൈറ്റി വരുന്നോ അത്രത്തോളം പോയിന്റ് കിട്ടും എന്നുള്ളതാണ് ഗ്രൂപ്പ് ഡാൻസിൻ്റെ ഒരു സവിശേഷത. അതുണ്ടല്ലോ, അത് നല്ല അന്തസ്സായിട്ട് രാഷ്ട്രീയത്തിലേക്ക് എടുത്തു വെച്ചാൽ എങ്ങനെ ഇരിക്കും എന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. എവിടെയാണ് ഇപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് കെ സുധാകരൻ ചെന്നിത്തലയുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് ലെവലിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ആലോചിക്കുന്നത്. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് ഡോക്ടർ അരുൺകുമാർ ഇലക്ഷൻ എക്സ്പ്രസുമായിട്ട് പോകുന്ന സമയത്ത് ഈ പുട്ടും പയറും പപ്പടം കൂടിയൊക്കെ കഴിക്കുന്നതിനിടയ്ക്ക് സുധാകരൻ പറയുകയാണ്, ഞാൻ ചെന്നിത്തലയെ പിന്തുണയ്ക്കും. സംശയമില്ല, ഒരു കൺഫ്യൂഷൻ ഇല്ലാതെയാണ് പറയുന്നത്. താൻ പറയാൻ പോകുന്നതിൻ്റെ പ്രഹരശേഷി എന്താണ്, അത് ഉയർത്തിവിടാൻ പോകുന്ന ചർച്ചകൾ എന്താണ്, തുടങ്ങിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ല ബോധ്യമുള്ളൊരു നേതാവ് ഒരു ഇലക്ഷന് തൊട്ട് മുന്നിൽ വെച്ച് ചെന്നിത്തലയുടെ പേര് പറയുകയാണ്. എന്നിട്ട് അതേ കെ സുധാകരൻ കേരളത്തിൻ്റെ ഭരണ നിർവഹണത്തിന് എത്രത്തോളം ആവശ്യമാണ് ഈ കാലഘട്ടത്തിൽ കെ.സി. വേണുഗോപാൽ എന്ന നീണ്ട കുറിപ്പ് കെട്ടിപ്പിടിച്ചുള്ള ഫോട്ടോയോടുകൂടെ പോസ്റ്റ് ചെയ്യുകയാണ്. മുഹമ്മദ് ഷിയാസ് ശരി, എം ലിജു ശരി, റോജി എം ജോൺ ശരി, ആ നിരയിലുള്ള നേതാക്കളാണല്ലോ. അപ്പോൾ കെ.സി. വേണുഗോപാൽ എന്താണ് ഇതിന് പ്രതികരണം നടത്തുന്നത്? അദ്ദേഹം ഒരു മുതിർന്ന നേതാവാണ്, എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ടാകും. മുതിർന്ന നേതാവാണെങ്കിൽ അദ്ദേഹത്തിന് ഇതിലൊരു സ്റ്റേ ഉണ്ട് എന്നാണ് കെ.സി. വേണുഗോപാൽ പറയാതെ പറയുന്നത്. അപ്പോൾ ആ നിലയ്ക്കാണ് ഇത് പുരോഗമിക്കുന്നത്. ഫലം വന്ന് 5 മിനിറ്റിനകം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും എന്നാണല്ലോ പി.സി. വിശ്വനാഥ് ഏറ്റവും അവസാനമായി പറഞ്ഞിരിക്കുന്നത്. ഈ കമൻറ്റുകളിൽ ഏറ്റവും അവസാനമായിട്ട് ഇതിൻ്റെ നോക്കിപ്പം വി.ഡി. സതീശൻ, കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല. എറണാകുളത്ത് നിന്നാണോ മുഖ്യമന്ത്രി, ആലപ്പുഴയിൽ നിന്നാണോ മുഖ്യമന്ത്രി, ഡൽഹിയിൽ നിന്നാണോ മുഖ്യമന്ത്രി? കാരണം വി.ഡി., കെ.സി., ചെന്നിത്തല എന്നതിനൊപ്പം വനിത എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയും അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഡൽഹിയിൽ നിന്നൊരു മുഖ്യമന്ത്രി വരുന്നുണ്ട്. ഇങ്ങനെ ഒരു ചതുഷ്കോണ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ഇതിലാരുമില്ല, നേരത്തെ പി.ആർ. സുനിൽ പറഞ്ഞതുപോലെ മോഹമില്ലാത്തവർ, ഭൈമീ കാമുകന്മാരല്ലാത്തവർ ഭൂമിയിലും സ്വർഗത്തിലും പാതാളത്തിലും ഇല്ല എന്ന അവസ്ഥയിലാണ് ഈ കസാര കളി നടക്കുന്നത് എന്നതാണ്. ഇത് നോക്കിപ്പം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മികച്ച ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ എത്തിച്ചില്ലെങ്കിൽ വനവാസത്തിന് പോകും എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നു. അത് അദ്ദേഹത്തിൻ്റെ അണികളെ, അദ്ദേഹത്തിൻ്റെ സംഘടനാ സംവിധാനത്തെ ആ നിലയ്ക്ക് ഒരു റേസിലേക്ക് കൊണ്ടുവരാൻ നമുക്കിതല്ലാതെ വേറെ മാർഗമല്ല, ഇതൊരു ഡു ഓർ ഡൈ ആണ് എന്ന് പറയാൻ വേണം എന്ന നിലയ്ക്ക് നടത്തി എന്ന് നമ്മളതിനെ ബഹുമാന പുരസ്സരം കാണാം. പക്ഷേ പൂർണ്ണ ഉത്തരവാദിത്തം, പൂർണ്ണ അവകാശവുമുണ്ട്, അല്ലേ? പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവർക്ക് പൂർണ്ണ ക്രെഡിറ്റ് ഒരു സ്വാഭാവിക നീതിയാണ് എന്ന നിലയ്ക്കുണ്ട്. അപ്പോൾ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ സ്റ്റേറ്റ്മെൻറ്റിന് അങ്ങനെയും നമുക്ക് ഇലക്ഷന് ശേഷം അതിനെ അങ്ങനെയും ന്യായീകരിക്കാം. അല്ലാതെ അതിനു മുൻപ് ഒരു നേതാവിൻ്റെ അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ ആ നിലയ്ക്ക് വായിക്കുന്നതിൽ ഒരു നീതികേടുണ്ട്. പക്ഷേ ഇലക്ഷന് ശേഷം നമുക്കത് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം കൈവരുന്നുമുണ്ട്. ഇപ്പോൾ കെ.സി. ഇവിടേക്ക് വരാനുള്ള, ലാൻഡ് ചെയ്യാനുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ മുഖ്യമന്ത്രി അതിനുശേഷം ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിന് മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ദേശീയ നേതൃത്വത്തിലൊരു പുനഃസംഘടന വരാനിരിക്കുകയാണ്. കുറേ കാലമായില്ലേ ദില്ലി രാഷ്ട്രീയത്തിൽ കിടന്ന് കളിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അദ്ദേഹത്തിന് ലാൻഡ് ചെയ്യാനുള്ളൊരു സാധ്യത. 63 വയസ്സായി അദ്ദേഹത്തിന് കേരളത്തിന് മുഖ്യമന്ത്രിയാകാനുള്ള, ഇനിയിപ്പം ഒരു തുടർഭരണത്തിൻ്റെ പാറ്റേൺ ആണെങ്കിൽ ഇത് കഴിഞ്ഞാൽ ഇടത്, അത് കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ. അപ്പോൾ ആ രാഷ്ട്രീയം ആ നിലയ്ക്ക് നിർണ്ണയിക്കപ്പെടുന്നുമില്ല. ബി.ജെ.പിയുടെ ഒരു സാന്നിധ്യം കൂടി വരുമ്പോൾ നിലവിലൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കോൺഗ്രസ് ലെഫ്റ്റ് എന്നുള്ളൊരു സംവിധാനം ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ കെ.സി. ഇതിലൊരു ഭാഗഭാക്കായി വരികയും ചെയ്യുന്നു. ഇപ്പോൾ നേരത്തെ സുനിൽ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ അശോക് ഗെഹ്ലോട്ട് ആയിരുന്നില്ല, സച്ചിൻ പൈലറ്റ് ആയിരുന്നു ആ തെരഞ്ഞെടുപ്പ് മുഴുവനും. ഇപ്പോൾ ഷാഫി പറമ്പിലോ കെ.സി. വേണുഗോപാലോ രമേശ് ചെന്നിത്തലോ ഒക്കെ ഇങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും പോകുന്നത് പോലെ അതിനേക്കാൾ വലിയൊരു ക്രൗഡ് പുള്ളറായി രാജസ്ഥാനിലെ ഇലക്ഷനെ മുഴുവൻ ഇളക്കി മറിച്ച് പ്രചാരണം നടത്തി അധികാരം നേടുമ്പോൾ അദ്ദേഹത്തിന് ഒരു കാരിസ്മ കൂടിയുണ്ടല്ലോ, അല്ലേ? ഊർജ്ജസ്വലനായ നേതാവ്, കാണാൻ നല്ല ഭംഗിയാണ്, ആരാധകരുണ്ട് ഇന്ത്യ മുഴുവനും. അപ്പോൾ സച്ചിൻ പൈലറ്റ് മുഖ്യമന്ത്രിയാകും എന്ന വലിയ ചർച്ചകൾക്കിടയിൽ അവിടേക്ക് കൃത്യമായി ഹൈക്കമാൻഡ് തീരുമാനമടക്കം വരുന്നത് അശോക് ഗെഹ്ലോട്ടിന് അനുകൂലമായാണ്. ഡി.കെ. ശിവകുമാർ എന്തും നടപ്പിലാക്കുന്ന, അല്ലേ? സുഗ്രീവാജ്ഞ പോലെയായിരുന്നു ഡി.കെയുടെ ഓരോ കമാൻഡും ആ രാഷ്ട്രീയത്തിൽ മുഴങ്ങിയിരുന്നത്. പക്ഷെ വന്നപ്പോൾ എന്താ സിദ്ധ മുഖ്യമന്ത്രിയാവുന്നത് നമ്മൾ കണ്ടു. ഡി.കെ പിന്നീട് വലിയ ഇതിൽ സെറ്റിൽ ചെയ്യുകയാണ് ഹൈക്കമാൻഡ് ചെയ്തത്. ഇനി വേറെ കാര്യം ചോദിക്കട്ടെ, കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാനുള്ളൊരു സാഹചര്യത്തെക്കുറിച്ചും ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചും ചിന്തിക്കൂ. എന്തായിരുന്നു ആദ്യത്തെ തീരുമാനം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് വന്ന തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട്? എം.പിമാർ മത്സരിക്കേണ്ടതില്ല. ഒരു എം.പി മുഖ്യമന്ത്രിയാകാനാണ്, പിന്നെ എം.പിമാരെ അങ്ങ് മത്സരിപ്പിച്ചാൽ പോരായിരുന്നോ?
അപ്പോൾ എം പിമാർ മത്സരിക്കേണ്ടതില്ല എന്ന ഹൈക്കമാൻഡ് തീരുമാനപ്രകാരം മത്സരിക്കാതിരുന്ന എം പിമാരൊക്കെ ആരായി? കെ സി വേണുഗോപാൽ മത്സരിച്ച് മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ അപ്പോൾ അതിലൊരു ഇരട്ട നീതിയില്ലേ എന്നതൊരു ക്വസ്റ്റ്യൻ അല്ലേ? ഇപ്പം ഇനി CR മഹേഷിനൊരു നമ്മൾ CR മഹേഷിനെ കുറിച്ച് എപ്പോഴും പറയാനുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിന്റെ പോസ്റ്റ് എന്താ, ആലിൻക പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം ആലിൻക പഴുത്തപ്പോഴല്ല അവിടെ പണിയെടുത്ത് തുടങ്ങിയത്, ആ മണ്ഡലത്തിൽ. അതിനി പഴുക്കില്ല എന്ന് വിചാരിക്കുന്നിടത്ത് ഒരു മണ്ഡലത്തിൽ നിന്ന് പണിയെടുത്ത് അവിടെ MLA ആയി വരുന്ന CR മഹേഷിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കോൺഗ്രസ് ആ നിലയ്ക്ക് പണിയെടുത്ത് അധികാരത്തിലേക്ക് വരുന്ന സമയത്താണ് ഈ കൂട്ടക്കൊത്തിപ്പിരിയലുകൾ ഉണ്ടാകുന്നത് എന്നൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ പരിപാടി അവസാനിപ്പിക്കുന്നതാണ് കോൺഗ്രസിന് നല്ലത്. കാരണം എന്താണെന്നറിയാമോ, ഇതിൽ പണിയെടുത്ത് കുറേ മനുഷ്യന്മാരുണ്ട്. ഞാൻ മുമ്പും ഒരു മെയ്ഡ് എഡിറ്റേഴ്സിലിരുന്ന് പറഞ്ഞിട്ടുണ്ട്, പോസ്റ്റർ ഒട്ടിക്കാൻ പോകുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, അവനുണ്ട് ഒരു ദിവസം പണിക്കൂലി മാറ്റി വെച്ചിട്ട് പോകുന്നതാണേ. അല്ലെങ്കിൽ 6 ദിവസം പണിയെടുത്തിട്ട് 7ാമത്തെ ദിവസം കുഞ്ഞുങ്ങളുടെയും കുടുംബത്തിൻ്റെയും കൂടെ ഇരിക്കാൻ കിട്ടുന്ന ഒരു ദിവസം പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കാൻ പോകുന്ന അധ്വാനം മനുഷ്യന് വലിയ കാര്യമാണല്ലോ. സമയം മനുഷ്യന് ആകെയുള്ള സമ്പത്താണെന്നാണല്ലോ പറയുക. ഇതൊക്കെ മാറ്റി വെച്ചിട്ട് പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കാൻ പോകുന്ന ആളുകളെ ഇപ്പം ഈ കൃത്യമായി ഇലക്ഷൻ്റെ സമയത്ത് ഗൾഫിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്ന് കുടുംബത്തിന് കൂടെ ഇരിക്കേണ്ട സമയത്തിന് പകരം പകൽ മുഴുവൻ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കാൻ പോകുന്ന ആളുകളുണ്ടല്ലോ. ഇവരൊക്കെ ഈ പരിപാടി നടത്തുന്ന ആളുകളെ പുച്ഛിക്കും, പരിഹസിക്കും എന്നുള്ളതാണ്. അവരെ കൊണ്ട് ആ സമയത്തൊരു വാഴ വെച്ചാൽ മതിയായിരുന്നു എന്ന തലത്തിലുള്ള പ്രതികരണം നടത്താതിരുന്നാൽ കൊള്ളും. ഇത് ഇന്ന് വളരെ കൗതുകകരമായ, നേരത്തെ PR സുനിൽ പറഞ്ഞതുപോലെ ഒരു കാര്യം, ഫേസ്ബുക്ക് തുറക്കാൻ പറ്റില്ല. ഫേസ്ബുക്ക് തുറന്നിട്ടുണ്ടെങ്കിൽ ഈ പാണന്മാരുടെ പാട്ട് ഇങ്ങനെ വായിച്ചു പോകുക എന്ന് പറയുന്ന ഗതികേടാ. നമുക്ക് പരിചയമുള്ളവരോ നമ്മളുടെ പ്രിയപ്പെട്ടവരോ നമുക്കിഷ്ടമുള്ള കാഴ്ചകളോ ഇതൊക്കെയാണല്ലോ നമ്മളുടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അൽഗോരിതം എന്ന് പറയുന്നത്. ഓരോരുത്തരുടെ പോസ്റ്റ് വിവിധ പോസ്റ്റുകളിൽ വരുന്നു, അവരുടെ ഒരു ജീവചരിത്രം, അവരുടെ ഒരു പൊളിറ്റിക്കൽ ചരിത്രം എന്ന നിലയ്ക്ക് ഇതിങ്ങനെ വായിച്ചു പോകാൻ നമ്മൾ ബാധ്യസ്ഥരാകുക. 4-5 പോസ്റ്റ് നമ്മളുടെ സാധാരണ ചോയ്സ്, അതിനപ്പുറത്തേക്ക് ദാ വരുന്നു കേസിയുടെ ഫോട്ടോ, ദാ വരുന്നു വീഡിയോയുടെ ഫോട്ടോ, ദാ വരുന്നു ചെന്നിത്തലയുടെ ഫോട്ടോ എന്ന നിലയ്ക്കാണ് ഇതുണ്ടാകുന്നത്. മേന്മകളുടെ ഒരു വിളംബരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഫേസ്ബുക്കിലൂടെ എന്നുള്ളതാണ്. മഹൽ ചരിതങ്ങൾ ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാനന്തര കാലത്ത്, സാമൂഹ്യ മാധ്യമ കാലത്തുകൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. സാധാരണ ഒരു പിറന്നാളോ കല്യാണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത്യാഹിതങ്ങളോ വരുന്ന സമയത്ത് നേതാക്കന്മാരുടെ അല്ലെങ്കിൽ വലിയ താരങ്ങളുടെയൊക്കെ ഫോട്ടോകളൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ അതിൽ കാണുന്ന കുറേ വാചകങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കനൽ വഴി താണ്ടി വന്നവൻ, പ്രതീക്ഷയുടെ ചെറുവെളിച്ചമായവൻ, സംഘടനാ മികവ് കൊണ്ട് അമ്പരപ്പിച്ചവൻ, മാസ്റ്റർ ഡിസൈനർ, ഉയർത്തെഴുന്നേൽപ്പിന് വളമാകുന്നവൻ, വിയർപ്പ് പൊടിച്ചവൻ. ഈ നിലയ്ക്ക് മുദ്രാവാക്യം വിളിക്കാൻ കഴിയുന്ന ഭാഷാശേഷിയോടുകൂടിയാണ് ഈ സാഹിത്യ ഉത്സവങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇത് കാണുന്ന സാധാരണ മനുഷ്യന്മാർക്ക് ഇത് പെയ്ഡ് പ്രൊമോഷനാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമുണ്ട്. ആ സാമാന്യ ബോധവും ഈ ഏറ്റവും വിശ്വസ്തരായ മനുഷ്യരുടെ അവകാശവാദങ്ങളും കണ്ടു നിൽക്കുന്ന മനുഷ്യരുടെ മുന്നിലേക്ക് ഈ തലയെടുപ്പുള്ള നേതാക്കൾ വന്നു നിന്നിട്ട് അടങ്ങണം, ശബ്ദം ഉണ്ടാക്കരുത്, ഒന്ന് കഴിയട്ടെ, ഇപ്പോൾ ഇതിനുള്ള അവസരമല്ല എന്ന് പറയുന്നത് നല്ല അസ്സല് നാടകമാണ്. Meet the editors.